Acuplus Interior and Electronics. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മന്ത്രി എം.പി. രാജേഷ് ഓൺലൈൻ വഴി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ നിന്നുള്ള 2 കോടി രൂപ വിനിയോഗിച്ചാണ് 1.47 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് നവീകരിക്കുന്നത്. ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയ റോഡിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാന്യനായ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ പ്രത്യേക താൽപര്യമെടുത്ത് നിരന്തരമായി ഇടപെട്ട ഒരാവശ്യമായിരുന്നു. ഭരണാനുമതി മുതലുള്ള ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാവുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. 5.5 മീറ്റർ വീതിയിൽ നവീകരിക്കുന്ന റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യും. കയറമ്പാറ സെന്ററിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാനുള്ള സൗകര്യത്തിന് 100 മീറ്റർ നീളത്തിൽ റോഡിന്റെ വശം ഇന്റർലോക്ക് വിരിക്കും. വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ്. 2023-2024 വർഷത്തിൽ റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തടസ്സമായി. ഇത് പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിയൊരുക്കി. പാലക്കാട് കുളപ്പള്ളി പാതയിലെ കയറമ്പാറ ജംഗ്ഷനിൽ നിന്ന് കേന്ദ്രീയ വിദ്യാലയം വഴി റെയിൽവേ ലൈൻ പരിസരത്ത് അവസാനിക്കുന്ന റോഡാണിത്. ഉദ്ഘാടന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ, സുനീറ മുജീബ്, കൗൺസിലർമാരായ പുഷ്പലത, കെ അജയകുമാർ, ലൈബ്രറി കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് C. വിജയൻ, ശ്രീരാമകൃഷ്ണ ബാങ്ക് ഡയറക്ടർ KPM കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.